ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീഡിയോയിൽ ഇന്ന് സാധാരണ മീൻ വറുക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ടേസ്റ്റിയായ സ്പൈസി ഫിഷ് ഫ്രൈ ആയാലോ. അതുപോലെ ഈ ഫിഷ് ഫ്രൈ നമുക്ക് ഊണിനൊപ്പം മാത്രമല്ല കട്ടൻ ചായക്കൊപ്പം നല്ലൊരു കോമ്പിനേഷൻ ആണ്. അപ്പൊ നമുക്കിത് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 250 ഗ്രാം സ്പാനിഷ് മാക്രൽ എന്ന് പറയുന്ന ഫിഷ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇത് ലഭിക്കുന്ന അയലമീനിന്റെ വർഗത്തിൽപ്പെട്ടൊരു ഫിഷാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് തന്നെയാണ്. നമുക്കിത് ഏത് തരത്തിലുള്ള മീനിൽ വേണമെങ്കിലും ഇതേ റെസിപ്പി ചെയ്യാവുന്നതാണ്. മീൻ കഷ്ണങ്ങളാക്കി 3-4 വെള്ളം കഴുകി നന്നായി തോർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിലേക്കായി ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ആക്കിയത്, 1/2 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ക്രഷ് ചെയ്തെടുത്തത്, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ നിറത്തിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ കടലമാവ്, ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കടലമാവ് ചേർക്കുന്നത്. മീനിനും കൂടെ ചേർത്താണ് 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ പുളിനീര്. ഇത് കട്ടിയായിട്ടുള്ള പുളിയുടെ നീരാണ്. കട്ടിയുള്ള പുളിനീരല്ല എടുക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ പുളിനീര് ചേർത്തോളൂ. അതല്ല എങ്കിൽ 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്താലും മതിയാകും. ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയുടെ മണം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഒലിവ് ഓയിലോ ചേർത്താൽ മതിയാകും. ഇത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. 5 ടീസ്പൂൺ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കുറേശ്ശെയായി ചേർത്ത് അരപ്പ് അതിന്റെ കൃത്യമായ പരുവത്തിൽ തന്നെ യോജിപ്പിച്ചെടുക്കാം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇതേ കൺസിസ്റ്റൻസിയിലായിരിക്കണം അരപ്പ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ചേർത്ത് അരപ്പ് എല്ലാ കഷ്ണങ്ങളിലും നന്നായി പിടിക്കത്തക്ക രീതിയിൽ തന്നെ കവർ ചെയ്തെടുക്കാം. ഇപ്പൊ എല്ലാ കഷ്ണങ്ങളും നന്നായി തന്നെ അരപ്പ് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചൂട് കട്ടിയുള്ള ഫ്രൈയിങ് പാൻ സ്റ്റൗവിലേക്ക് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായതിനു ശേഷം മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് സ്റ്റൗ ലോ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ മീൻ ഫ്രൈ ആയി കിട്ടാനായിട്ട് ഒരുപാട് സമയം വേണ്ടതില്ല. മീനിന്റെ ഇരുവശവും 4 മിനിറ്റ് വീതം മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഇവിടെ ഞാൻ മീന് കനം കുറച്ച് ചെറുതായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അതുപോലെ ചെറിയ മീനുമാണ്. അതേസമയം മീൻ കഷ്ണങ്ങളുടെ കട്ടിയും വലിപ്പവും അനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നതിന്റെ സമയവും വ്യത്യാസപ്പെട്ടിരിക്കും. ഇതുപോലെ വിശക്കട്ടിയുള്ള ഏത് മീനായിരുന്നാലും നമുക്ക് ഇതേ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. മീനിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത്
വളരെ സൂക്ഷിച്ചു തന്നെ മീൻ കഷ്ണങ്ങൾ പൊട്ടിപ്പോകാതെ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മീനിന്റെ ഇരുവശവും പാകത്തിന് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതില് അവസാനമായിട്ട് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. സ്പൈസി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണല്ലോ ചെയ്യുന്നത്. അതേസമയം എരിവ് കുറച്ച് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇത് ചേർക്കേണ്ടതില്ല. ഒരു തവണ കൂടെ ഒന്ന് മറിച്ചിട്ട് വാങ്ങി വെക്കാം. അങ്ങനെ ഇവിടെ സ്വാദിഷ്ടമായ സ്പൈസി ഫിഷ് ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. അപ്പൊ നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തുമാത്രം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണെന്ന്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ്. ഊണിനൊപ്പം നമുക്ക് കഴിക്കാനാണെങ്കിൽ ഈ ഒരു ഫിഷ് ഫ്രൈ മതിയാകും. മീൻ കറി വെക്കാനുള്ള ടൈം ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് നല്ല രുചികരമായ രീതിയിലൊരു റെസിപ്പി ചെയ്യണമെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ നമുക്ക് ഈ മീൻ വറുത്തത് വെറുതെ കഴിക്കാനാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. വീഡിയോയിൽ നേരത്തെ പറഞ്ഞതുപോലെ കട്ടൻ ചായക്കൊപ്പം ആണെങ്കിൽ നല്ലൊരു കോമ്പിനേഷനും കൂടെയാണിത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മീൻ വറുത്തത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പുറമേ നല്ല ക്രിസ്പിയും അകമേ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ കാണുന്നവരിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്